അപ്പോൾ ഇന്ന് നോക്കുന്നത് ചാപ്റ്റർ 5 ഓഫ് BNSS ആണ്. ഇതിനകത്ത് ചാപ്റ്റർ 5 പറയുന്നത് അറസ്റ്റ് ഓഫ് പേഴ്സൺസ് ആണ്. അത് ആളുകളുടെ അറസ്റ്റിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 5. അപ്പോൾ അതിൽ ആദ്യത്തെ സെക്ഷൻ 35 പറയുന്നത് വെൻ പോലീസ് മേ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. പോലീസിൻ്റെ വലിയൊരു അധികാരത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 35. പോലീസിന് മജിസ്ട്രേറ്റിൻ്റെയോ ഓർഡറോ അല്ലെങ്കിൽ വാറണ്ടോ ഇല്ലാതെ ഒരു വ്യക്തിയെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാം എന്നാണ് 35 പറയുന്നത്. 35(1) എനി പോലീസ് ഓഫീസർ മേ വിത്തൗട്ട് ആൻ ഓർഡർ ഫ്രം മജിസ്ട്രേറ്റ് ആൻഡ് വിത്തൗട്ട് എ വാറണ്ട് അറസ്റ്റ് എനി പേഴ്സൺ. ഏതൊരു വ്യക്തിയെയും പോലീസ് ഉദ്യോഗസ്ഥന് ഏതൊരു വ്യക്തിയെയും മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള ഓർഡറോ അല്ലെങ്കിൽ ഒരു വാറണ്ടോ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന സെക്ഷനാണ് 35. അത് താഴെ പറയുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്, അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പറയുന്ന സാഹചര്യങ്ങളാണ് 1 എ ഹൂ കമ്മിറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് എ പോലീസ് ഓഫീസർ എ കൊഗ്നൈസബിൾ ഒഫൻസ്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച്, അത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാവാം, താഴെ നിന്ന് മുകളിലോട്ടുള്ള ഏത് ഉദ്യോഗസ്ഥനാവാം, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ ആ പോലീസ് ഉദ്യോഗസ്ഥന് ഈ പറഞ്ഞ വാറണ്ടോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഓർഡറോ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ് whom a reasonable complaint has been made or credible information has been received or a reasonable suspicion exists that he has committed a cognizable offence punishable with imprisonment for a term which may be less than 7 years or which may extend to 7 years whether with or without fine if the following conditions are satisfied. രണ്ടാമത്തെ പറയുന്നത്, അതായത് ഒരു വ്യക്തിക്ക് എതിരെ ഒരു കംപ്ലൈൻറ്റ്, ഒരു റീസണബിൾ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രെഡിബിൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു റീസണബിൾ സസ്പിഷൻ, അതൊരു കംപ്ലൈൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുകയോ അല്ലെങ്കിൽ ഒരു സംശയം നിലനിൽക്കുകയോ ചെയ്യുക. എന്ത് സംശയം? ആ പറയുന്ന വ്യക്തി ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്തു. അതിൽ അടുത്ത കണ്ടീഷൻ കൊഗ്നൈസബിൾ ഒഫൻസ് മാത്രമല്ല, പക്ഷേ അത് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരിക്കണം. അപ്പോൾ 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഒരു വ്യക്തി ചെയ്തു എന്ന് ഒരു റീസണബിൾ കംപ്ലൈൻറ്റോ ഒരു ക്രെഡിബിൾ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു റീസണബിൾ സസ്പീഷനോ വരികയാണെങ്കിൽ ആ വ്യക്തിയെ താഴെ പറയുന്ന സാഹചര്യങ്ങൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ താഴെ പറയുന്ന കണ്ടീഷൻസാണ് ഇനി പറയാൻ പോകുന്നത്. ദ പോലീസ് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് ഓൺ ദ ബേസിസ് ഓഫ് സച്ച് കംപ്ലൈൻറ്റ് ഇൻഫർമേഷൻ ഓർ സസ്പീഷൻ ദാറ്റ് സച്ച് പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ദ സെഡ് ഒഫൻസ്. അതായത് ഈ ഒരു പോലീസ് ഓഫീസറിന് ആ മേളിൽ പറഞ്ഞ കുറ്റം ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റോ ഇൻഫർമേഷനോ അല്ലെങ്കിൽ സസ്പീഷനോ ഉണ്ട്, അത് ശരിയാണെന്ന് പോലീസ് ഓഫീസറിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥന് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. രണ്ടാമത്തത്, ദ പോലീസ് ഓഫീസർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് സച്ച് അറസ്റ്റ് ഈസ് നെസസറി. അതായത് പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുകയാണ് ആ അറസ്റ്റ് നെസസറിയാണ്. അപ്പോൾ അതിനു വേണ്ടി താഴെ കുറച്ച് കണ്ടീഷനും കൂടെ റെഡി ആവണം. അപ്പോൾ അതിനുള്ളതാണ് ടു പ്രിവെൻറ്റ് സച്ച് പേഴ്സൺ ഫ്രം കമ്മിറ്റിംഗ് എനി ഫർദർ ഒഫൻസ്. അതായത് ആ പറഞ്ഞ വ്യക്തി മറ്റൊരു കുറ്റം ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ കുറ്റത്തിൽ നിന്നും അദ്ദേഹത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാം. രണ്ടാമത്തത് ഫോർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ഒഫൻസ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ ശരിയായി നടക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. സി എന്ന് പറഞ്ഞാൽ മൂന്നാമതെന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് സച്ച് പേഴ്സൺ ഫ്രം കോസിങ് ദ എവിഡൻസ് ഓഫ് ദ ഒഫൻസ് ടു ഡിസപ്പിയർ ഓർ ടാമ്പറിങ് വിത്ത് സച്ച് എവിഡൻസ് ഇൻ എനി മാനർ. അതായത് ഈ പറഞ്ഞ വ്യക്തി, ഈ കുറ്റം ചെയ്ത വ്യക്തി എവിഡൻസിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ. നാലാമത്തെന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് സച്ച് പേഴ്സൺ ഫ്രം മേക്കിംഗ് എൻ ഇൻഡ്യൂസ്മെൻറ്റ് threat or promise to any person acquainted with the fact of the case so as to dissuade him from disclosing such a fact to the court or to the police officer. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് വെച്ചാൽ സാക്ഷിയെ സ്വാധീനിക്കുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം. ഈ പറഞ്ഞ കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറിലോ ആ ഒരു വ്യക്തിയിൽ നിന്ന് നല്ലൊരു ഈ കുറ്റത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ ആ വ്യക്തിയെ ഈ കുറ്റം ചെയ്ത വ്യക്തി സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാം. അടുത്തതെന്ന് വെച്ചാൽ unless such a person is arrested, his presence in the court whenever required cannot be ensured. ഈ വ്യക്തിയെ, ഈ കുറ്റം ചെയ്ത വ്യക്തിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. ആൻഡ് ദ പോലീസ് ഓഫീസർ ഷാൾ റെക്കോർഡ് വൈൽ മേക്കിംഗ് സച്ച് അറസ്റ്റ് ഹിസ് റീസൺ ഇൻ റൈറ്റിംഗ് provided that a police officer shall, in all cases where the arrest of a person is not required under the provision of this subsection, record the reason in writing for not making the arrest. അത് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്
ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ ഈ വ്യക്തി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കാരണം റൈറ്റിങ്ങിൽ വ്യക്തമാക്കണം. അതുകൂടാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും റൈറ്റിങ്ങിൽ തന്നെ വ്യക്തമാക്കണം. അതാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ 35(1) എന്ന് പറഞ്ഞാൽ പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ ഓർഡറോ വാറണ്ടോ ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് സബ്ബായിട്ട് വരുന്ന എ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച് ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാം. രണ്ടാമത് പറയുന്നത് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഒരാൾ ചെയ്തു എന്ന് ഒരു സസ്പീഷനോ അല്ലെങ്കിൽ ഒരു റീസണബിൾ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ക്രെഡിബിൾ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. താഴെ പറയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ? ഒന്ന്, അത് ഈ പറയുന്ന കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു സസ്പീഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ശരിയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തോന്നുവാണെങ്കിൽ അദ്ദേഹത്തിന് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ താഴെ പറയുന്ന കുറച്ച് സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? അതായത് ഒരു ഫർദർ ഒഫൻസ് അദ്ദേഹം കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ അറസ്റ്റ് ചെയ്യാം. രണ്ടാമത്തത് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. മൂന്നാമത്തത് ഈ പറഞ്ഞ കുറ്റം ചെയ്ത വ്യക്തി എവിഡൻസിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം. നാലാമത്തത് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അറസ്റ്റ് ചെയ്യാം. അഞ്ചാമത്തത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ കോടതിയിൽ പിന്നീട് ഹാജരാക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. അതാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. സബ്സെക്ഷൻ അതായത് ബിയിൽ പറയുന്നത്. അടുത്തത് സി ആണ് പറയുന്നത്. അത് ഈ 35(1) സബ്സെക്ഷൻ സി. എഗെയിൻസ്റ്റ് ഹൂം credible information has been received that he has committed a cognizable offence punishable with imprisonment for a term which may extend to more than 7 years, whether with or without fine or with just death sentence, and the police officer has reason to believe on the basis of that information that such person has committed the said offence. ഈ പറയുന്ന മൂന്നാമത്തെ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? 7 വർഷത്തിൽ താഴെയുള്ള ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ ഈ കുറച്ച് നമ്മൾ കണ്ടീഷൻ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഈ പോലീസ് ഉദ്യോഗസ്ഥന് അത് ശരിയാണെന്ന് തോന്നണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി ഫർദർ ഒഫൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞത് എന്താണ്? 7 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന, അത് എങ്ങ് വരെ പോകാം? ഡെത്ത് സെൻറ്റൻസ് വരെയുള്ള കുറ്റം. അതായത് 7 വർഷം മുതൽ ഒരു തൂക്കുകയറ് കിട്ടാവുന്ന വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന ഇൻഫർമേഷനോ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അതായത് 7 വർഷത്തിന് മുകളിൽ ഒരാൾ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. ഒന്നും ആലോചിക്കേണ്ട. അടുത്തത് ഡി, നാലാമത്തെ പറയുന്നത് ഹു ഹാസ് ബീൻ പ്രൊക്ലെയിംഡ് ആസ് ആൻ ഒഫൻഡർ ഏത് അണ്ടർ ദി സംഹിത ഓർ ബൈ ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. നാലാമത്തെ വെച്ചാൽ അദ്ദേഹം ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആണെങ്കിൽ അതെങ്ങനെയാവാം? ഈ സംഹിത പ്രകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരമോ ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡറാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് ഇൻ ഹൂസ് പൊസഷൻ എനിത്തിങ് ഈസ് ഫൗണ്ട് വിച്ച് മേ റീസണബിളി be suspected to be stolen property and who may reasonably be suspected of having committed an offence with reference to such thing. അതായത് ഈ പറയുന്ന നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഒരു വ്യക്തി നിൽക്കുകയാണ്. ആ വ്യക്തിയെ നിൽക്കുന്നത് ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി ആയിട്ടാണ്, മോഷണ മുതലുമായിട്ടാണ് ഒരു വ്യക്തി മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാം. അടുത്ത എഫ്, who obstruct a police officer while in the execution of his duty or who is escaped or attempt to escape from lawful custody. എഫ് പറയുന്നത് വെച്ചാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന വ്യക്തിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കസ്റ്റഡിയിലുള്ള വ്യക്തി ചാടിപ്പോവുകയോ അല്ലെങ്കിൽ ചാടിപ്പോകാൻ ശ്രമം നടത്തുകയാണെങ്കിൽ ലോഫുൾ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകാൻ ശ്രമം നടത്തിയാൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. ജി, who is reasonably suspected of being a deserter from any of the armed forces of the union. ആംഡ് ഫോഴ്സിൽ നിന്നുള്ള ഡെസേർട്ടർ ആണെങ്കിൽ, ഒളിച്ചോടിയ ആളാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. എച്ച്, who has been concerned in or against whom a reasonable complaint has been made or credible information has been received or a reasonable suspicion exists of his having concerned in any act committed at any place out of India which if committed in India would have been punishable as an offence and for which he is under any law relating to extradition or otherwise liable to be apprehended or detained in custody in India. അതായത് പറയുന്നത് വേറൊന്നുമല്ല, ഇന്ത്യയിൽ വെച്ച് ചെയ്താൽ കുറ്റമാവുന്നൊരു കുറ്റം, ശിക്ഷ ലഭിക്കാവുന്നൊരു കുറ്റം ഒരു വ്യക്തി ഇന്ത്യക്ക് വെളിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ
ഈ പറയുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അത് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമായിരിക്കണം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അടുത്തായി പറയുന്നത് ഹു ബീങ് എ റിലീസ്ഡ് കൺവിക്ട് കമ്മിറ്റ്സ് എ ബ്രീച്ച് ഓഫ് എനി റൂൾ മേഡ് അണ്ടർ സബ്സെക്ഷൻ 5 ഓഫ് സെക്ഷൻ 394. അതായത് BNSS 394 സബ്സെക്ഷൻ 5 പ്രകാരം ഒരു റിലീസ്ഡ് കൺവിക്റ്റ് ആണെങ്കിൽ, അത് ജയിലിൽ നിന്നും റിലീസ്ഡ് കൺവിക്റ്റ് ആണെങ്കിൽ റൂളുകൾ കാണും. 394 പ്രകാരം സബ്സെക്ഷൻ 5 പ്രകാരം ഒരു കണ്ടീഷൻസ് കാണും. ആ കണ്ടീഷൻസ് ഈ റിലീസ്ഡ് കൺവിക്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്ത ജെ പറയുന്നത് for whose arrest any requisition, whether written or oral, has been received from another police officer, provided that the requisition specifies the person to be arrested and the offence or other cause for which the arrest to be made, and it appears therefrom that the person might lawfully be arrested without a warrant by the officer who issued the requisition. ഇതിനകത്ത് പറയുന്നത് വേറൊന്നുമല്ല, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, അത് ഓറലോ ആയിരിക്കാം, റിട്ടണോ ആയിരിക്കാം, ജസ്റ്റ് പറയുകയോ അല്ലെങ്കിൽ എഴുത്ത അപേക്ഷയോ ആയിരിക്കാം, അതുവഴി ഈ പറയുന്ന അറസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയുടെ ചെയ്ത കുറ്റം, ആ വ്യക്തിയുടെ ഫുൾ ഡീറ്റെയിൽസ് സഹിതം അറസ്റ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ് ആ വ്യക്തി ചെയ്തതെന്ന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിക്വസ്റ്റ് പ്രകാരം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് ചെയ്യാം. അപ്പം സബ്സെക്ഷൻ 1 ഇത്രയേ ഉള്ളൂ, 35 1. 35 1 എന്താ പറയുന്നത്? വിത്തൗട്ട് വാറണ്ട് എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ വെച്ച് ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഒരാൾ ചെയ്താൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അതിനകത്ത് ബി പറയുന്നത് വെച്ചാൽ 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കൊഗ്നൈസബിൾ ഒഫൻസ് ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടി, അല്ലെങ്കിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടി എങ്കിൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അതായത് താഴെ പറയുന്നത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ ഇൻഫർമേഷൻ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ സംശയം സത്യമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുകയാണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് അറസ്റ്റ് നെസസറി ആയിട്ട് തോന്നുന്നത് എപ്പോഴൊക്കെയാണ്? ഈ പറഞ്ഞ കുറ്റം ചെയ്ത വ്യക്തി ഫർദർ ഒഫൻസ് ചെയ്യാതിരിക്കാൻ. രണ്ടാമത്തത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ മതിയാവൂ എന്നുണ്ടെങ്കിൽ. മൂന്നാമത്തത് എവിഡൻസ് നശിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. നാലാമത്തത് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ. അഞ്ചാമത്തത് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. 7 വർഷത്തിൽ താഴെയുള്ള കുറ്റം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ വിത്തൗട്ട് വാറണ്ട് ഈ പറയുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാം. അടുത്തത് 7 വർഷത്തിൽ മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അറസ്റ്റ് ചെയ്യാം, കൊഗ്നൈസബിൾ കുറ്റമാണെങ്കിൽ. അടുത്തത് പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആണെങ്കിൽ. അടുത്തത് പറയുന്നത് സ്റ്റോളൻ പ്രോപ്പർട്ടി, അതായത് മോഷണം മുതലുമായിട്ട് ഒരു വ്യക്തി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അടുത്തത് പോലീസ് ഓഫീസറിൻ്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു ലോഫുൾ കസ്റ്റഡിയിൽ നിന്നും എസ്കേപ്പ് ചെയ്തതോ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായ വ്യക്തിയെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് ആംഡ് ഫോഴ്സസിൽ നിന്നും ഡെസേർട്ട് ചെയ്ത്, അതായത് ചാടിപ്പോയ ഒരാളെ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് ഇന്ത്യയിൽ വെച്ച് ചെയ്താൽ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന കുറ്റമാണ് ഒരു വ്യക്തി ചെയ്തതെങ്കിൽ, അയാൾ ഇന്ത്യക്ക് വെളിയിൽ വെച്ചാണ് ആ കുറ്റം ചെയ്യുന്നതെങ്കിൽ പോലും ഇന്ത്യയിൽ വെച്ച് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാം. ചെയ്തു ഒന്നും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അറസ്റ്റ് ചെയ്യാം. അടുത്തത് ഒരു റിലീസ്ഡ് കൺവിക്റ്റ് ആണെങ്കിൽ, അദ്ദേഹം റൂളുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, 394 സബ്സെക്ഷൻ 5 പ്രകാരമുള്ള റൂളുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അടുത്തത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ റിക്വസ്റ്റ് മേൽ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്ത സബ്സെക്ഷൻ 2 ആണ് പറയുന്നത്. സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് 39, no person concerned in a non-cognizable offence or against whom a complaint has been made or credible information has been received or reasonable suspicion exists of his having so concerned shall be arrested except under a warrant or order of a magistrate. അത് അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, മറ്റേത് സബ്സെക്ഷൻ 1 പറയുന്നത് വിത്തൗട്ട് വാറണ്ട് എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാം. രണ്ടാമത് പറയുന്നത് വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് കൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് രണ്ടാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത്. അടുത്ത് പറയുന്നത് വെച്ചാൽ സെക്ഷൻ 39 പറയുന്ന രീതിയിലല്ലാതെ, 39 ഇപ്പം പറയാം, അപ്പോൾ 39 ഓർത്ത് വെച്ചാൽ 39 പറയുന്ന രീതിയിലല്ലാതെ ഒരു വ്യക്തി നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള കുറ്റം ചെയ്താൽ അദ്ദേഹത്തെ ഒന്നെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ വാറണ്ട് പ്രകാരമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ.
അപ്പം നോൺ കോഗ്നൈസബിൾ ഒരു കുറ്റം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാളെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു എക്സെപ്ഷനുണ്ട്, അത് സെക്ഷൻ 39 അപ്പോൾ സെക്ഷൻ 39 നോക്കുകയാണെങ്കിൽ സെക്ഷൻ 39 പറയുന്നത് അറസ്റ്റ് ഓൺ റെഫ്യൂസൽ ടു ഗീവ് നെയിം ആൻഡ് റെസിഡൻസ്. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ അത് ചെറുതായിട്ട് പറഞ്ഞു തരാം. അതായത് ഒരു വ്യക്തി ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്തെന്ന് ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ ഒരു മുന്നിൽ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ വെച്ച് നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ട് അദ്ദേഹം തെറ്റായി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പോലീസിന് വിത്തൗട്ട് വാറണ്ട് നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത ആളെപ്പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് 39 പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ആ 39 ഉള്ളൂ ഇതിനൊരു എക്സെപ്ഷൻ. ഒരു നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്ത വ്യക്തിയെ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ വാറണ്ട് പ്രകാരം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ എക്സെപ്ഷനാണ് സെക്ഷൻ 39. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം 35 സബ്സെക്ഷൻ 2 ആണ് നമ്മളിപ്പം പറഞ്ഞത്. സബ്സെക്ഷൻ 2 പറയുന്നത് ഒരു വ്യക്തി നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. വാറണ്ട് വേണം, വാറണ്ടോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡറോ വേണം. അപ്പം 35 സബ്സെക്ഷൻ 3 ആണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ദ പോലീസ് ഓഫീസർ ഷാൾ ഇൻ ഓൾ കേസസ് where the arrest of a person is not required under subsection 1 issue a notice directing the person against whom a reasonable complaint has been made or credible information has been received or reasonable suspicion exists that he has committed a cognizable offence to appear before him or at such other place as may be specified in the notice. ഈ പറഞ്ഞ കാര്യം 3-ാം സബ്സെക്ഷൻ പറയുന്നത്, ഈ പറയുന്ന വ്യക്തി കുറ്റം ചെയ്തെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യേണ്ട നിർബന്ധമായിട്ട് കാര്യമില്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന സ്ഥലത്തോ വന്ന് ഹാജരാവാൻ ഒരു നോട്ടീസ് കൊടുക്കാം. ആ നോട്ടീസ് കൊടുക്കാമെന്ന് പറയുന്ന സെക്ഷനാണ് സബ്സെക്ഷൻ 3, 35 സബ്സെക്ഷൻ 3. അടുത്ത 4 എന്ന് പറഞ്ഞാൽ വേർ സച്ച് നോട്ടീസ് ഈസ് ഇഷ്യൂഡ് ടു എനി പേഴ്സൺ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദാറ്റ് പേഴ്സൺ ടു കംപ്ലൈ വിത്ത് ദ ടേംസ് ഓഫ് ദ നോട്ടീസ്. അപ്പം സബ്സെക്ഷൻ 4 പറയുന്നത് ഒരു നോട്ടീസ് അങ്ങനെ ഒരു വ്യക്തിക്ക് മേൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസിലെ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് നോട്ടീസ് ലഭിക്കപ്പെട്ട വ്യക്തിയുടെ ഡ്യൂട്ടിയാണെന്നാണ് സബ്സെക്ഷൻ 4 പറയുന്നത്. അപ്പോൾ ഈ ഒരു അറസ്റ്റ് നെസസറി അല്ലാത്തൊരു കാര്യത്തിൽ കോഗ്നൈസബിൾ ഓഫൻസ് ചെയ്ത വ്യക്തിയെ അറസ്റ്റ് നെസസറി ആയിട്ട് പോലീസ് തോന്നുന്നില്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ ഹാജരാകാൻ വേണ്ടി. അപ്പം അത് 3 പറയുന്നു. 4 പറയുന്നത് ആ നോട്ടീസ് അനുസരിക്കുക എന്നുള്ളത്, കണ്ടീഷൻ അനുസരിക്കുക എന്നുള്ളത് ആ നോട്ടീസ് കിട്ടിയ വ്യക്തിയുടെ ഡ്യൂട്ടിയാണെന്നാണ് സബ്സെക്ഷൻ 4 പറയുന്നത്. അപ്പോൾ 5 അടുത്ത് എന്താണ് പറയുന്നത്? Where such person complies and continues to comply with the notice, he shall not be arrested in respect of the offence referred to in the notice unless, for reason to be recorded, the police officer is of the opinion that he ought to be arrested. അതായത് ഇദ്ദേഹം ഈ പറയുന്ന നോട്ടീസ് കിട്ടിയ ആൾ നോട്ടീസൊക്കെ അനുസരിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആ കുറ്റത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധപ്പെടുകയാണെങ്കിൽ മാത്രം അറസ്റ്റ് ചെയ്താൽ മതി. അപ്പം നോട്ടീസ് അനുസരിച്ചിട്ട് അറസ്റ്റ് നെസസറി അല്ലെങ്കിൽ അദ്ദേഹത്തെ വിട്ടയക്കാം. അടുത്ത പോകുന്നത് 35 ലാസ്റ്റ് സബ്സെക്ഷനാണ് 7. നോ അറസ്റ്റ് ഷാൽ ബി മെയ്ഡ് വിത്തൗട്ട് എ പ്രയർ പെർമിഷൻ ഓഫ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഇൻ കേസ് ഓഫ് ആൻ ഒഫൻസ് വിച്ച് ഈസ് പണിഷബിൾ ഫോർ ഇംപ്രിസൺമെൻറ്റ് ഓഫ് ലെസ് ദാൻ 3 years ആൻഡ് സച്ച് പേഴ്സൺ ഈസ് ഇൻഫേം ഓർ ഈസ് എബവ് 60 years ഓഫ് ഏജ്. അതായത് ഒരു വ്യക്തി 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് മിനിമം DYSPയുടെ റാങ്കിലുള്ള ആളുടെ ഉദ്യോഗസ്ഥൻ്റെ മുൻ പെർമിഷൻ നേടിയിട്ടായിരിക്കണം അറസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഈ 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തൊരു വ്യക്തിയെ അദ്ദേഹം 60 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലോ മിനിമം DYSPയുടെ പെർമിഷനെങ്കിലും ഇല്ലാതെ മുൻ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് 35 സബ്സെക്ഷൻ 7 പറയുന്നത്. അപ്പോൾ 35 കഴിഞ്ഞിരിക്കുകയാണ്. 35 ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ്. അറസ്റ്റ് വിത്തൗട്ട് വാറണ്ടാണ് 35 പറയുന്നത്. 35 പറയുന്നത് എന്തുവാണ്? വ്യക്തികളെ എപ്പോഴാണ് വിത്തൗട്ട് വാറണ്ടോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ പ്രകാരമോ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. വിത്തൗട്ട് വാറണ്ട് എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യുക. അതിനകത്ത് 1 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ വെച്ച് ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുകയാണ്. പ്രത്യേകം ശ്രദ്ധയെ കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ B പറയുന്നതെന്ന് വെച്ചാൽ ഒരു 7 വർഷത്തിൽ താഴെ
ശിക്ഷ ലഭിക്കാവുന്ന ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാം. അതിനകത്തൊന്ന് പറയുന്നത് ഈ പറയുന്ന കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫർമേഷനോ ശരിയാണെന്ന് പോലീസ് തോന്നുകയാണെങ്കിൽ. 2 പിന്നെ പറയുന്നത് ആ വ്യക്തി രണ്ടാമത്തെ പറയുന്നത് അതിലെ സബ്സെക്ഷൻ പറയുന്നത് ആ വ്യക്തി മറ്റ് കുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഫർദർ ഒഫൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന പോലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ ശരിയായി നടക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അടുത്തത് എവിഡൻസ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാം. അടുത്തത് ഈ സാക്ഷിയെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാം. അടുത്തത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് കോടതിയിൽ ഹാജരാക്കാൻ പറ്റത്തില്ല എന്ന രീതിയിൽ വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഇത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ റീസൺ റൈറ്റിങ്ങിൽ വെളിപ്പെടുത്തണം, എഴുത്ത് വഴി വെളിപ്പെടുത്തണം. അടുത്തത് സി എന്ന് പറയുന്നത് 7 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കൊഗ്നൈസബിൾ കുറ്റമാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് ഒരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ ആണ് ഒരു വ്യക്തിയെങ്കിൽ ആ വ്യക്തിയെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് ഒരു മോഷണ മുതലുമായിട്ടൊരു വ്യക്തി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അടുത്തത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ലോഫുൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വ്യക്തിയെ വിത്തൗട്ട് വാറണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാം. അടുത്തത് ആംഡ് ഫോഴ്സിൽ നിന്നുള്ള ചാടിപ്പോയ ആളെയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. അടുത്തത് ഇന്ത്യയിൽ വെച്ച് ചെയ്താൽ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാവുന്നൊരു കുറ്റം ഒരു വ്യക്തി ഇന്ത്യക്ക് വെളിയിൽ വെച്ച് ചെയ്തു എന്ന ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് റിലീസ്ഡ് കൺവിക്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ള റൂളുകൾ അദ്ദേഹം തെറ്റിക്കുകയാണെങ്കിൽ 394 സബ്സെക്ഷൻ 5 പ്രകാരമുള്ള റൂളുകൾ തെറ്റിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം, വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് സബ്സെക്ഷൻ 1 വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ. സബ്സെക്ഷൻ 2 പറയുന്നത് എങ്ങനെയാണ്? ഒരു നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള കുറ്റം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ടോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ പ്രകാരമോ അല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതൊരു എക്സെപ്ഷൻ ഉണ്ട്, സെക്ഷൻ 39. സെക്ഷൻ 39 എന്താ? ഒരു പേരും അഡ്രസ്സും കൊടുക്കാൻ വിസമ്മതിച്ചാൽ അദ്ദേഹത്തെ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് ചെയ്തതാണെങ്കിൽ പോലും അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അത് പിന്നീട് പഠിക്കാം. അടുത്തത് സബ്സെക്ഷൻ 3 പറയുന്നത് ഈ അർജൻറ്റായിട്ട് അറസ്റ്റ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാൻ വേണ്ടി ഒരു നോട്ടീസ് ഒരു വ്യക്തിക്ക് കൊടുക്കാം. അതാണ് സബ്സെക്ഷൻ 3 പറയുന്നത്. 4 എന്ന് പറയുന്നത് ആ നോട്ടീസ് കിട്ടിയ ആൾ ഈ നോട്ടീസിൽ പറയുന്ന കണ്ടീഷൻസ് ശരിയായി നോക്കാൻ വേണ്ടി അദ്ദേഹം ബാധ്യസ്ഥനാണെന്നാണ് 4 പറയുന്നത്. 5 പറയുന്നത് ആ ഒരു വ്യക്തി നോട്ടീസ് കിട്ടിയ വ്യക്തി ആ നോട്ടീസിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒഫൻസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ മാത്രം അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് 6ാമത്തെ വെച്ചാൽ ഈ നോട്ടീസ് കണ്ടീഷൻ ഇദ്ദേഹം ആ നോട്ടീസ് കിട്ടിയ വ്യക്തി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ആ ഒഫൻസിൻ്റെ പേരിൽ തന്നെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യാം. അടുത്തത് പറയുന്നത് 60 വയസ്സ് മേളിലുള്ള ആൾ അല്ലെങ്കിൽ ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ആൾ 3 വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ വിത്തൗട്ട് വാറണ്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ ഒരു പെർമിഷൻ വേണം, മുൻപേ ഒരു പെർമിഷൻ വാങ്ങിച്ച് വെക്കണം എന്നാണ് സബ്സെക്ഷൻ 7 പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 35 സെക്ഷൻ ഇത്രയാണുള്ളത്. അപ്പോൾ